ഹലോ, ഞാൻ ജോസഫ്. ഒരു കൂടി സി ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പൊ കാൻസിക് ചാർട്ടിന്റെ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളത്, നിങ്ങൾ കാൻഡിൽസ് എല്ലാം മനസ്സിലാക്കുക. അത് മനസ്സിലിരുന്നോട്ടാ, അതിനെക്കുറിച്ച് പഠിക്കുക. ആ ക്യാൻഡിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം സപ്പോർട്ടും റെസിസ്റ്റൻസിലും മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക. അപ്പൊ എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് ട്രേഡിംഗിൽ വേണം എന്നെല്ലാം നമുക്ക് നോക്കാം. എനിവേ, ഒരു ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഏത് തരം മാർക്കറ്റാണ്, മാർക്കറ്റിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമുക്ക് മാർക്കറ്റ് അത് വ്യൂ ചെയ്യുമ്പോൾ ഒരു ഞാൻ പറഞ്ഞ കാൻസ്റ്റിക് അത് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് ഏത് ലെവലിലുള്ള മാർക്കറ്റാണ് നമുക്ക് നോക്കാൻ പറ്റും. അതിൽ നമുക്ക് 3 ടൈപ്പ് മാർക്കറ്റാണ് ഉള്ളത്. ഒന്ന് ട്രെൻഡിങ് മാർക്കറ്റ്, രണ്ടാമത്തത് റേഞ്ചിങ് മാർക്കറ്റ്, മൂന്നാമത്തത് ചോപ്പിംഗ് മാർക്കറ്റ്. 30% ഒരു മാർക്കറ്റിന്റെ ഇതും ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. റിമൈനിങ് അറൌണ്ട് 70% മാർക്കറ്റും റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും. അപ്പൊ ഈ റേഞ്ചിങ് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഇത് ചെയ്യണത്, റേഞ്ചിങ് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയൊക്കെ എൻട്രി എടുക്കാം, അല്ലെ ഏതെല്ലാം ടൈമിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ റേഞ്ചിങ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ റേഞ്ചിങ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളുടെയും കൺട്രോൾ ഇല്ല. സെല്ലേഴ്സും ബയേഴ്സും ഈക്വൽ ആണ്. എന്താ ഇക്വിലിബ്രിയം ഇതില്ലായിരിക്കും. ചില മാർക്കറ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും ടച്ച് ചെയ്യും. സപ്പോർട്ടിൽ വരിക, റെസിസ്റ്റൻസിൽ വരിക, റെസിസ്റ്റൻസിന്റെ ടച്ച് ചെയ്ത് സപ്പോർട്ടിലേക്ക് വരിക, വീണ്ടും സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലേക്ക് വരിക. ഇതാണ് നമ്മൾ റേഞ്ചിങ് മാർക്കറ്റ്. ഇവിടെ നമ്മളൊരു പാനിക് ആവും. നമ്മൾ എന്തായാലും ഒരു മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് തുടങ്ങുമ്പോൾ മേലേക്ക് പോയി ആ ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിലാണ് ഒരാൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവിടെ നിന്ന് നേരെ സപ്പോർട്ടിലേക്ക് വരും. നമ്മൾ പാനിക് വിൽക്കും. പാനിക്കിൽ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ സെല് ചെയ്യുവാണെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ വരുമ്പോൾ നേരെ റെസിസ്റ്റൻസിലേക്കോ അത് ലോസിലേക്ക് പോകും. ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഏതെല്ലാം ലെവലിൽ നമുക്ക് ഈ റേഞ്ചിങ് മാർക്കറ്റിനെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നത്. നമുക്ക് ഈ ഇമേജസ് കാണുമ്പോൾ അറിയാം റേഞ്ചിങ് മാർക്കറ്റിന്റെ പ്രത്യേകതകൾ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മാർക്കറ്റ് ചെയ്ത് ആ ലെവലിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ ഇത് റേഞ്ചിങ് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം? 3 വേസിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ വേസ് എന്ന് ചെയ്തില്ലേ, ബൈ സപ്പോർട്ട് ലെവൽ, സെൽ അറ്റ് റെസിസ്റ്റൻസ് ലെവൽ. സപ്പോർട്ടും റെസിസ്റ്റൻസും ലെവലിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ നമ്മൾ ബൈ ചെയ്യുക, റെസിസ്റ്റൻസ് ലെവൽ വരുമ്പോൾ സെല് ചെയ്യുക. രണ്ടാമത്തെ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് അവിടെ നിന്ന് അടിച്ചിട്ട് സെല്ലേഴ്സ് ഫോഴ്സ്ഫുൾ ആയിട്ട് താഴത്തേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്നിട്ട് സെല്ലേഴ്സ് താഴത്തേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ബയേഴ്സ് തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു ആ ലൈനിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് ഒരു പുതിയൊരു മാർക്കറ്റിന്റെ ട്രെൻഡിങ് ആക്ടിവിറ്റിയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്, അതിലേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ നമുക്ക് രണ്ട് എടുക്കാം. മൂന്നാമത്തത്, നമുക്ക് ഈ 2 ചാൻസും മിസ്സായി. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് മിസ്സായി കഴിഞ്ഞാൽ രണ്ടാമതൊരു ഓപ്ഷൻസ് പുൾ ബാക്ക് ആണ്. ചില നമുക്ക് ആ ഈ സ്ക്രീൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, അവിടെ ഒരു പുൾ ബാക്ക് വന്നു. ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിൽ എൻട്രി ചെയ്ത് ആ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനിൽ നമ്മൾ പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 ലൈൻസ് ആണ്. ചില പുൾ ബാക്ക് ഒരിക്കലും നമുക്ക് കമ്പൾസറി ആയിട്ട് സംഭവിക്കണം എന്നൊന്നുമില്ല. പക്ഷെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ലെവലാണ് റേഞ്ചിങ് മാർക്കറ്റ്. സപ്പോർട്ടും റെസിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കുക, അതിൽ ബ്രേക്ക് ഔട്ട് കൊണ്ട് നോക്കുക. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ പുൾ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ 3 വഴിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് അതിലൊക്കെയുള്ള ക്യാൻഡിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കിയാൽ നമുക്കിവിടെ എൻട്രി സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സംശയമില്ല. മൂന്നാമത് നമ്മൾ മാർക്കറ്റ് ചോപ്പിംഗ് മാർക്കറ്റ് കൂടി കവർ ചെയ്യണേ. ഇവിടെ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വെച്ചാൽ സ്റ്റേ അവേ ഫ്രം മാർക്കറ്റ്, മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമായിരിക്കും. ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ നമുക്ക് ഏതൊരു മനുഷ്യനായാലും ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അനുയോജ്യം പറ്റുള്ള മാർക്കറ്റ് വരും. പക്ഷെ നമ്മൾ അതിൽ മാത്രം എൻട്രി ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇമോഷൻസിനെ ബിഗ് പ്ലെയേഴ്സ് മനസ്സിലാക്കി അതനുസരിച്ച് അവർ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുമ്പോൾ നമ്മൾ ഇമോഷൻ ബേസ് ആയിട്ട് അതിൽ പെടുകയും അതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതാണ് സാധാരണ നടക്കുന്നത്. അപ്പൊ ഇതാണ് റേഞ്ചിങ് മാർക്കറ്റ്. ഈ റേഞ്ചിങ് മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള 3 അവസരങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഒന്ന്, റെസിസ്റ്റൻസിൽ സെല് ചെയ്യുക, സപ്പോർട്ടിൽ ബൈ ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക,
സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഏതെങ്കിലും ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ ഒരു പുതിയൊരു എൻട്രി, ഒരു പുതിയൊരു ട്രെൻഡ് മാർക്കറ്റ് ബിഗിനിങ് ആണ്. ആ മാർക്കറ്റിൽ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സായിരിക്കണം. മൂന്നാമതാണെങ്കിൽ പുൾ ബാക്ക് വരുമ്പോൾ അതിൽ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് റേഞ്ചിങ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ മാർക്കറ്റിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. റേഞ്ച് മാർക്കറ്റിൻ്റെ ഈ ഇമേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഇത് നമ്മളുടെ മൊബൈൽ ആപ്പിലായാലെങ്കിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, ട്രേഡിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്തിട്ട് ആ മാർക്കറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഈ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവം വെച്ചാൽ ബിഗർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. ഡെയിലി ചാർട്ടോ അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടോ 4 അവർ ചാർട്ടോ അങ്ങനെയുള്ള ബിഗർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കറക്റ്റ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഗതി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം മറ്റുള്ള ഫ്രണ്ട്സിലേക്ക്, ട്രേഡിംഗ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ക്യാൻഡിൽസും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം നല്ലൊരു ട്രേഡറായിട്ട് വിത്ത് സ്റ്റോപ്പ് ലോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.